എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മധുരം നിറഞ്ഞ സ്നാക്കാണ് പഴം റോൾ. പഴം റോൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പഴം റോൾ തയ്യാറാക്കുന്നതിനായി 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ള മൈദയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച മൈദയിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. മൈദയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മൈദ ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനെ കുഴക്കുന്നത് പോലെയാണ് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. മാവ് കുഴക്കുന്നതിനായി 1/4 കപ്പ് വെള്ളമാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. ഓരോരുത്തരും എടുക്കുന്ന മൈദയുടെ നനവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും. കുഴച്ചെടുത്ത മാവ് ചെറിയ ഉരുളകളായി എടുത്തിട്ടുള്ളത്. വൃത്തിയാക്കിയ കൗണ്ടർ ടോപ്പിലേക്ക് ഇത്തിരി മൈദ തൂക്കിയതിന് ശേഷം 1 ഉരുള മാവ് വെച്ചുകൊടുത്ത് ചപ്പാത്തി പരത്തി എടുക്കുന്നത് പോലെ പരത്തിയെടുക്കണം. ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ വളരെ കനം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പരത്തിയെടുത്ത ഷീറ്റിൻ്റെ അകവും പുറവും മൈദ തൂക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ തന്നെ എല്ലാ മാവും പരത്തിയെടുക്കാനായിട്ട്. ദോശത്തവ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് പരത്തിയെടുത്ത ഷീറ്റ് ഇട്ട് കൊടുത്ത് 1-2 സെക്കൻഡ് തവയിൽ ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ചൂടാക്കിയെടുക്കണം. ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുള്ള എല്ലാ ഷീറ്റും ചൂടാക്കിയെടുക്കാനായിട്ട്. ചൂടാക്കിയ ഷീറ്റ് ചൂട് മാറിയതിന് ശേഷം ഇതിൻ്റെ 4 വശവും മുറിച്ച് മാറ്റണം. എല്ലാ ഷീറ്റും ഒരേ ഷേപ്പിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. ഈ ഷീറ്റ് ഒരേ ഷേപ്പിൽ മുറിച്ചെടുത്താൽ മാത്രമേ ഈ റോള് മടക്കിയെടുക്കുമ്പോൾ എല്ലാ റോളും ഒരേപോലെ കിട്ടുകയുള്ളൂ. എല്ലാ ഷീറ്റും ഒരേ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ് തയ്യാറാക്കുന്നതിനായി 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകിയതിലേക്ക് മധുരത്തിന് ആവശ്യമായ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിരകിയ തേങ്ങയിലേക്ക് ചേർത്ത പഞ്ചസാരയുടെ അളവിൽ മാറ്റം നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. തേങ്ങ ചിരകിയതും പഞ്ചസാരയും ഇളക്കി നന്നായി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് പഴുത്ത ഏത്തപ്പഴമാണ് എടുക്കേണ്ടത്. ഏത്തപ്പഴത്തിന് പകരം മറ്റു പഴവും ചേർക്കാവുന്നതാണ്. ചേർക്കുന്ന പഴം നല്ല പഴുത്ത പഴം ആവണം എന്ന് മാത്രം. എടുത്തിട്ടുള്ള പഴം 2ആയി നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുക്കേണ്ടത്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷീറ്റിലേക്ക് തേങ്ങയും പഞ്ചസാരയും കൂടിയുള്ള കൂട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പഴവും വെച്ച് കൊടുത്ത് പഴവും പഞ്ചസാരയും തേങ്ങയും കൂടിയുള്ള കൂട്ട് റോൾ ചെയ്തെടുക്കണം. ഷീറ്റിൻ്റെ ഇരുവശവും പഴത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഇരുവശത്തെയും ഷീറ്റ് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഇത് റോൾ ചെയ്യാനായിട്ട്. അങ്ങനെ ഒരെണ്ണം തയ്യാറായിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ എല്ലാ പഴവും ഇതേപോലെ റോൾ ചെയ്തെടുക്കണം. തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴം റോൾ ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ച് കൊടുത്ത് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓരോ പഴം റോളും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുതേ. ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുള്ള പഴം റോൾ തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ എണ്ണയിൽ കിടന്ന് ഫ്രൈ ആയി വരുന്നതാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ഒരു സ്നാക്ക് ഐറ്റമാണ് ഇത്. മറിച്ചിട്ട് കൊടുത്ത വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റുള്ളവയും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പഴം വീട്ടിലുണ്ടെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പഴം റോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പഴം റോൾ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.